ിലേക്ക് വിശദമായി കർഷക സമരം മൂന്നാം ദിനത്തിൽ കർഷകരുമായി കേന്ദ്ര സർക്കാർ ഇന്ന് ചർച്ച നടത്തും. വൈകിട്ടാണ് ചർച്ച. കർഷകർ പ്രവേശിക്കാതിരിക്കാൻ പഞ്ചാബ് ഹരിയാന അതിർത്തികൾ അടച്ച് വഴിമുടക്കിയിരിക്കുകയാണ് പോലീസ്. രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാകേഷ്, കർഷകർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിർത്തികളിൽ ശക്തമായ കൂടുതൽ സുരക്ഷയൊരുക്കിയാണ് അവരെ തടയുന്നത്. അനുനയ ചർച്ചകൾ നടക്കുന്നു എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. എന്തൊക്കെ സാധ്യതകളാണുള്ളത്? കർഷകരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ കേന്ദ്ര സർക്കാർ വഴങ്ങാനുള്ള സാധ്യത എത്രമാത്രമാണ്? രേണുക, കർഷക സമരം ഡൽഹി ചലോ മാർച്ച് ഏതായാലും മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതായാലും ഇന്ന് ഈ സമരത്തെ സംബന്ധിച്ച് നിർണായക ദിനമാണ്. കാരണം കർഷകരുമായി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, ഒപ്പം തന്നെ കൃഷിമന്ത്രി അർജുൻ മുണ്ട, ഒപ്പം നിത്യാനന്ദ റായ് എന്നീ കേന്ദ്രമന്ത്രിമാരാണ് ഇന്ന് കർഷക സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തുക. വൈകിട്ട് 5 മണിക്ക് ചണ്ഡീഗഡിലാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും 12 ആവശ്യങ്ങളാണ് കർഷകർ ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് താങ്ങുവില സംബന്ധിച്ച് നിയമ സംരക്ഷണം വേണമെന്ന ആവശ്യം. കാരണം 2020 സമരകാലത്ത് ഇത്തരമൊരു ഉറപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നൽകിയിരുന്നു. പക്ഷെ അത് പാലിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നാണ് കർഷക സംഘടനകൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത് ഈ താങ്ങുവിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ള കമ്മിറ്റിക്ക് പുറമെ മറ്റൊരു കമ്മിറ്റി കൂടി രൂപീകരിക്കാം. അതിൽ കർഷക സംഘടനാ പ്രതിനിധികളെ കൂടുതലായി ഉൾപ്പെടുത്താം. അതിനുശേഷം ഒരു വിശദമായ ചർച്ചയാകാം എന്നൊരു നിലപാടാണ് കേന്ദ്രം ഇപ്പോൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇന്നത്തെ ചർച്ചയിലും കേന്ദ്രം ആ നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുക. അങ്ങനെയെങ്കിൽ അതിനോട് കർഷക സംഘടനകൾ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ സമരത്തിന്റെ ഭാവി. ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കർഷക സംഘടനകൾ ഇതിനെ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഈ അതിർത്തിയിൽ, ശംഭു അതിർത്തിയിൽ, ഹരിയാനയുടെയും പഞ്ചാബിന്റെയും അതിർത്തികളിൽ നിരവധി കർഷകരുണ്ട്. ഏതാണ്ട് 75,000-ലധികം കർഷകർ അവിടെ തമ്പടിച്ചിട്ടുണ്ട് വിവിധ അതിർത്തികളിലായി. ഇതിൽ ശംഭു അതിർത്തിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധം അരങ്ങേറുകയും ചെയ്തത്. ഏതായാലും കർഷക സംഘടനാ ഭാരവാഹികൾ ഇപ്പോൾ വ്യക്തമാക്കിയത് ദില്ലിയിൽ പ്രവേശിക്കാനായി ഒരു തരത്തിലുള്ള പ്രകോപനവും അല്ലെങ്കിൽ ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളൊന്നും തന്നെ ഇന്ന് കർഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. കാരണം ഇന്ന് ചർച്ച നടക്കുന്നു, 5 മണിക്ക് ചർച്ചയുണ്ട്. അപ്പോൾ ആ ചർച്ചയുടെ റിസൾട്ട് എന്തായിരിക്കും അതിനെ ആശ്രയിച്ചായിരിക്കും ഭാവി പരിപാടി എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായാൽ പക്ഷേ വെറുതെ നിൽക്കില്ല എന്ന് കൂടി കർഷകർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ, കഴിഞ്ഞ 2 ദിവസവും കർഷകർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചിരുന്നു ഹരിയാന പോലീസ്. പ്രത്യേകിച്ച് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് മുമ്പൊന്നും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ടിയർ ഗ്യാസ് പ്രയോഗം കർഷകർക്ക് നേരെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ഇന്ന് ഡൽഹിയിലേക്ക് കടക്കാനുള്ള ശ്രമം ഉണ്ടാകില്ല എന്നാണ് കർഷക സംഘടനകൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും 5 മണിക്കാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.